ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ സ്പെഷ്യൽ വിഭവമായ പുളിയിഞ്ചിയാണ്. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുള്ളൂ. അതുപോലെ എരിവിന് ആവശ്യമായി 4-5 പച്ചമുളക് ചേർക്കുക. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം, എന്നാലാണ് നമുക്കിത് വറുത്ത് കോരാൻ എളുപ്പമാവുള്ളൂ. ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. കഴുകി വൃത്തിയാക്കി അരിഞ്ഞ ശേഷം നമുക്ക് ഇഞ്ചി ഒന്ന് കഴുകിയെടുക്കണം, കാരണം ഇതിലൊരു പശയുണ്ട്. ആ പശയൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഇഞ്ചി അരിച്ചെടുക്കാവുന്നതാണ്, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇവിടെ ഇഞ്ചി ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയാണ് വേണ്ടത്. ഞാൻ ഏകദേശം ഈ അളവിലാണ് പുളി എടുത്തിട്ടുള്ളത്. അതുപോലെ ശർക്കരയും വേണം. ശർക്കര ഞാൻ ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് ശർക്കര ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വറുത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി ആദ്യം വറുത്തെടുത്ത ശേഷം പച്ചമുളക് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ചാണ് ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇഞ്ചിയൊക്കെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാവുന്നതാണ്. പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. അതാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. ഇവിടെ ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഉലുവപ്പൊടിയും കായപ്പൊടിയുമാണ്. അത് വറുത്ത ഉലുവപ്പൊടിയും കായപ്പൊടിയും തന്നെ ഇടണം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാവുന്നതാണ്. അടുത്തതായി കടുക് മൂപ്പിച്ചിടണം. അതിനായി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. കടുക് മൂത്ത് വന്ന ശേഷം ഞാൻ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ശർക്കര പാനി ഒഴിച്ച ശേഷം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടുകും വേപ്പിലയും എല്ലാം ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ പുളിയിഞ്ചി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. വളരെ നല്ലൊരു റെസിപ്പിയാണ്.